തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 17 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. വിരുദുനഗർ കാട്ടുന്നാർപട്ടിയിലാണ് അപകടമുണ്ടായത്. ചെന്നൈയിൽ നിന്നും മനേഷ് മൂർത്തിയുണ്ട് വിശദാംശങ്ങളുമായി. മനേഷ്, 17 പേർ മരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? രചന, അല്പസമയം മുമ്പാണ് അപകടം നടക്കുന്നത്. 4 മുറികളുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു ഈ നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. 4 മുറികളും പൂർണ്ണമായും തന്നെ തകർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആശുപത്രിയിലേക്ക് മാറ്റിയ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എത്ര പേരുണ്ടായിരുന്നു ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത്, എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇപ്പോഴും വ്യക്തതയില്ല. അതിലിപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇത് വന്നെങ്കിൽ മാത്രമേ അത് പറയാൻ സാധിക്കുന്ന ഒരു നിലയുള്ളൂ. നിറയെ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഈ പടക്ക നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അത്ര വലിയ ഉഗ്രസ്ഫോടനത്തിന് കാരണം. എന്താണ് സ്ഫോടനത്തിന്റെ കാരണം തുടങ്ങിയ കാരണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അല്പസമയത്തിന് ശേഷം മാത്രമേ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ എന്തായാലും അവിടെ പോലീസും അഗ്നിരക്ഷാ സേനയും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആളുകൾ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതാണ് വലിയ ആശങ്ക. കാരണം എത്ര പേർ അവിടെ ജോലിയിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ആർക്കും തന്നെ ആ ഒരു വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. വലിയ തീയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് കെടുത്തിയതിനു ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. കാരണം പടക്ക നിർമ്മാണശാലയിൽ അത്രയധികം വസ്തുക്കൾ അവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 മുറികളുള്ള ഒരു കെട്ടിടമാണത്. ആ 4 മുറികളും പൂർണ്ണമായും തന്നെ തകർന്നു, ഈ സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. ഒരുപക്ഷെ രാസ വസ്തുക്കൾ മിശ്രിതം തയ്യാറാക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഘർഷണമായിരിക്കാം ഈ സ്ഫോടനത്തിന്റെ കാരണമായത്. അങ്ങനെയായിരിക്കാം സ്പാർക്ക് വന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം, പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും അതല്ല ഇനി ഷോർട്ട് സർക്യൂട്ടാണോ, അത്തരത്തിലുള്ള വിവരങ്ങളിലേക്കൊക്കെ ഇനി അല്പസമയത്തിന് ശേഷം മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ 17 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേർ ആശുപത്രിയിലാണ്. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. കാരണം എത്ര പേർ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കാരണം കെട്ടിടം പൂർണ്ണമായും തന്നെ 4 മുറികളാണ്. 4 മുറികൾ പൂർണ്ണമായും തന്നെ തകർന്ന ഒരു നിലയിലാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് എത്ര പേരുണ്ട്, ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ആ തരത്തിലൊരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം, കാരണം തീ അണയ്ക്കുന്നതിന് വേണ്ടി തന്നെ നിറയെ സമയമെടുത്തു. കാരണം അത് വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. ആ 4 മുറികളിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു നിലയാണ്. ആദ്യഘട്ടത്തിൽ അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് അടുക്കാൻ പോലും പറ്റുന്ന ഒരു നിലയായിരുന്നില്ല. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നതിന് ശേഷം തീ പൂർണ്ണമായും അണച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ആശുപത്രിയിലേക്ക് നിരവധി പേരെ മാറ്റിയിട്ടുണ്ട്. അവരിൽ നിന്ന് വേണം ഇനിയിപ്പോൾ വിവരശേഖരണം നടത്താൻ. ഈ ഉടമയുമായി ബന്ധപ്പെട്ട ഉടമ അതിനകത്ത് ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും തന്നെ നിലവിൽ അന്വേഷണം നടത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവിക ഈ പറഞ്ഞ രീതിയിൽ കെട്ടിടത്തിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് എന്തായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി നമുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും. എന്തായാലും നിലവിലൂടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിരവധി ആളുകളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 17 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മനുഷ്യ 4 മുറികളുള്ള ഒരു വലിയ കെട്ടിടമാണ് തകർന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഭീകരത വ്യക്തമാണ്. 17 പേർ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. ഈ മരിച്ചവരുടെ വിവരങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ടോ? അതുപോലെ തന്നെ നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നും ഉള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഇപ്പോഴും ആളുകളെ ഇനി പുറത്തെത്തിക്കാനായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരച്ചിൽ അല്ലെങ്കിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ് രസ്ന. കാരണം അതിനകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതായത് എത്ര ആളുകൾ, ഞായറാഴ്ചയാണ്, എത്രയധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, ഈ ജോലിയുമായി ബന്ധപ്പെട്ട് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം എത്ര പേരുണ്ടായിരുന്നു എന്നത് അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലുമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ വന്നെങ്കിൽ മാത്രമേ അത് എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും 17 പേർ ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. മാത്രമല്ല മൃതശരീരങ്ങളൊക്കെ ചിന്നിച്ചിതറിയ നിലയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം സംബന്ധിച്ചൊക്കെ വലിയ ആശങ്ക നിലവിലുണ്ട്. 4 മുറികളുള്ള കെട്ടിടമാണ്. സൂചിപ്പിച്ചതുപോലെ ധാരാളം ആളുകൾ അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. പ്രാഥമികമായി അവിടെ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം, അതുപോലെ തന്നെ പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയവരുടെ അവസ്ഥകൾ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്ന ഒരു കാര്യം. അവിടേക്കൊക്കെ ആളുകൾ ഈ പറഞ്ഞ രീതിയിൽ തിരച്ചിൽ നടത്തുന്നുമുണ്ട്. എന്തായാലും 17 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എത്ര പേർ ആശുപത്രിയിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നത് സംബന്ധിച്ചോ കൃത്യമായ ഒരു വിവരങ്ങൾ എന്തായാലും നിലവിൽ ലഭ്യമല്ല. അവിടെ പരിശോധനകൾ തുടരുന്നുണ്ട്. പോലീസും അഗ്നിരക്ഷാ സേനയും ഒക്കെ അവിടെ എത്തി പരിശോധനകൾ തുടരുകയാണ്.
രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അല്പസമയത്തിന് ശേഷം ഒരുപക്ഷെ നമുക്ക് കൃത്യമായ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു, കാരണം ഈ ഉടമയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു കണക്ക്, കൃത്യമായ ഒരു കണക്ക് എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. പരമാവധി ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത് തന്നെയാണ് അഗ്നിരക്ഷാസേന അതിനുവേണ്ടിയാണ് ശ്രമം നടത്തുന്നത്. പക്ഷേ അവിടേക്ക് ആദ്യഘട്ടത്തിൽ എത്തിപ്പെടുന്നതിന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അത്രയധികം വലിയ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. 4 മുറികൾ പൂർണ്ണമായും തന്നെ തകർന്ന രീതിയിലുള്ള സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് തീ പൂർണ്ണമായും അണച്ചതിന് ശേഷം, സ്ഫോടനം ഏകദേശം നിന്നതിന് ശേഷം മാത്രമാണ് അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോകാൻ പോലും സാധിച്ചത്. അതാണ് നിലവിലുള്ള ഒരു അവസ്ഥ. എന്തായാലും 17 മരണം സ്ഥിരീകരിച്ചു. ആശുപത്രിയിലേക്ക് നിരവധി പേരെ കൊണ്ടുപോയിട്ടുമുണ്ട്. പ്രശ്നം ശരി മനീഷ്, തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ഒരു ദാരുണമായ വാർത്ത വരുന്നത്. അവിടെ തമിഴ്നാട്ടിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു. 17 പേർക്ക് മരിച്ചിരിക്കുന്നു. നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും എന്നാണ് വരുന്ന വിവരം. വരും മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.